കശുവണ്ടി അഴിമതി കേസിൽ INTUC നേതാവ് ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് സർക്കാർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. എബി ജോൺ തോമസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നത്. എബി, വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടമുണ്ട് ഈ കേസിന്, അതായത് ഈ കശുവണ്ടി അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സമ്മതത്തോടു കൂടിയാണ് ആർ ചന്ദ്രശേഖരനെയും അതുപോലെ തന്നെ രതീഷിനെയും ഒക്കെ വിചാരണ ചെയ്യാൻ പോകുന്നത്. അമ്പിളി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്, UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ INTUC പ്രസിഡന്റിന്റെ ഇത്തരത്തിൽ വിചാരണയ്ക്ക് അനുമതി സർക്കാർ കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം വലിയ രീതിയിലുള്ള സംരക്ഷണം അത് LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ ചന്ദ്രശേഖരന് ലഭിച്ചിരുന്നു. നിരവധി തവണ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വടിയെടുക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെയും വിചാരണ പാടില്ല, വേണ്ട എന്നുള്ള നിലപാട് തന്നെ അന്നത്തെ LDF സർക്കാർ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നു. ആ ഘട്ടത്തിൽ തന്നെ ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാനുള്ള അനുമതി സർക്കാർ കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ദിവസം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ ഈ കശുവണ്ടി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു നടപടിക്രമങ്ങളിലും ആയി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ദിവസം തന്നെയാണ് ഹൈക്കോടതിയിൽ. എന്തായാലും ഈ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു തീരുമാനം അതുണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള എതിരഭിപ്രായങ്ങളൊക്കെ തന്നെയും ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് ഈ നിരവധിയായിട്ടുള്ള വർഷങ്ങൾ, 15 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടം തന്നെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ്. അതിൽ 3 വർഷം മാത്രമേ താൻ ആ പദവിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു എക്സ്ക്യൂസ് എന്ന നിലയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. ആ ഒരു 3 വർഷത്തെ കണക്കുകൾ മാത്രമേ തനിക്ക് ബോധ്യപ്പെടുത്താനുള്ളൂ, ബാക്കിയുള്ള സിംഹഭാഗവും മറ്റു പലരുമാണ് എന്നുള്ളൊരു അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് പറയും. എന്തായാലും ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഭാവി, രാഷ്ട്രീയ ഭാവി ഉൾപ്പെടെ പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം INTUCയുടെ ബൈലോ അനുസരിച്ച് ഇത്തരത്തിലൊരു അഴിമതി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും UDF അധികാരത്തിലിരിക്കുമ്പോഴും അല്ലെങ്കിലും കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നേതാക്കൾക്കെതിരെ രൂക്ഷമായ ഭാഷകളുടെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ, എതിർ പാർട്ടികൾ പോലും ഉന്നയിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എന്തായാലും വലിയ രീതിയിലുള്ള എതിരഭിപ്രായങ്ങളൊക്കെ തന്നെയും ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നുള്ള കാര്യവും തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു നിയമ പോരാട്ടത്തിനിടയിൽ അത്തരത്തിലൊരു പാർട്ടിയുടേതായിട്ടുള്ള സംരക്ഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ ബൈലോ അനുസരിച്ച്, INTUCയുടെ ബൈലോ അനുസരിച്ച് ഈ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണത്തെ വിചാരണ നേരിടുക അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുക ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടായിരിക്കില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ ഭാവി കൂടി പ്രതിസന്ധിയിലാക്കുന്ന നടപടികളിലേക്കാണോ പോകുന്നത് എന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അമ്പിളി, എബി സൂചിപ്പിച്ച പോലെ തന്നെ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒരു വിചാരണയിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥാനം ഒഴിയേണ്ടി വരും. എബി പറഞ്ഞ പോലെ തന്നെ ഒരു രാഷ്ട്രീയ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ 2020 CBI വിചാരണ നേടാൻ അനുമതി നൽകുന്നത്. കഴിഞ്ഞ LDF സർക്കാർ 3 തവണ ഈ അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം വരുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം വരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായും അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ സർക്കാരിനോട് ഇത്തരത്തിൽ ഈ അനുമതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനോട് പ്രതികരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെയും പല ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയന്റെ LDF സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. പക്ഷേ അതിനൊക്കെ അവസാനം ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നു, UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. ആ ഘട്ടത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനത്തിലേക്ക് UDF സർക്കാർ എത്തുന്നു എന്നുള്ളതാണ്. INTUC കോൺഗ്രസിന്റെ സംഘടന തന്നെയാണ്, തൊഴിലാളി സംഘടന തന്നെയാണ്. അങ്ങനെ ഉള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതിന് വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി സർക്കാർ UDF സർക്കാർ കൊടുക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നതും. എന്തായാലും ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നിരവധിയായിട്ടുള്ള ആരോപണ പ്രത്യാരോപണ
കുറ്റാരോപണങ്ങൾ, പലതരത്തിലുള്ള വിഴുപ്പലുകളൊക്കെ തന്നെ നമുക്ക് വാർത്തകളിൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാൾ കൂടിയാണ് ചന്ദ്രശേഖരൻ എന്നാണ് വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാർത്തയ്ക്ക് ഒരു തരത്തിലുള്ള ദാരിദ്ര്യങ്ങളും ഉണ്ടാവില്ല എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ എഴുതി വെക്കാൻ കഴിയും. എന്തായാലും കശുവണ്ടി അഴിമതി കേസിൽ INTUC നേതാവ് ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഒരു നിർണായക തീരുമാനമാണ്. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് സർക്കാർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണയുടെ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. എബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.